നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലാലിഗയിൽ നടക്കുന്ന 9ാം റൗണ്ട് പോരാട്ടത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഡിപ്പോർട്ടിവോ അലാവസ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:45 ഈ മത്സരം നടക്കുക. അലാവസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. കഴിഞ്ഞ മത്സരത്തിൽ ഒസാസുനയോട് ഒരു ഞെട്ടിക്കുന്ന തോൽവി ബാഴ്സയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിൽ നിന്നും കരകയറണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് ഒരു വിജയം അനിവാര്യമാണ്. ബാഴ്സയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് അവരുടെ മുന്നേറ്റ നിര ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ലാമിൻ യമാലും റാഫിഞ്ഞയുമൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മുതലെടുത്തുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഇവരെ പ്രശംസിച്ചുകൊണ്ട് അലാവസിൻ്റെ പരിശീലകനായ ലൂയിസ് ഗാർഷ്യ പ്ലാസ രംഗത്ത് വന്നിട്ടുണ്ട്. യമാൽ, റാഫിഞ്ഞ എന്നിവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫ്ലിക്കിൻ്റെ കീഴിലുള്ള ബാഴ്സയുടെ പ്രകടനം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ ലാമിൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം പ്രതിഭാധനനായ ഒരു താരമാണ് അദ്ദേഹം. യമാൽ ഒരു ചരിത്രം തന്നെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ റാഫിഞ്ഞയെ കൂടി നിങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ലെവൽ അത് തീർച്ചയായും അത്ഭുതകരമായ ഒരു ദൃശ്യമാണ്. ഇതാണ് എതിർ പരിശീലകൻ ഇപ്പോൾ ബാഴ്സയുടെ താരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും മികച്ച ലാലിഗ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റാഫിഞ്ഞയാണ്. അവിടെ തീർന്നില്ല. സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ലാലിഗ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റൊരു ബാഴ്സ താരമായ ലാമിൻ യമാൽ കൂടിയാണ്. 5 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ലാമിൻ യമാൽ ഈ സീസണിൽ ആകെ ബാഴ്സയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. റാഫിഞ്ഞയുടെ കാര്യത്തിലേക്ക് വന്നാൽ 6 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.